നമ്മുടെ ദിയ 3 പേര് വീട്ടിൽ നിന്ന് ജയിച്ചു. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്ത് മഹാമനസ്കരാന്ന് ആലോചിച്ചു അല്ലേ? ഇതേത് വാർഡിൽ നിന്നാണ് ജയിച്ചത്? ഞാൻ 15ാം വാർഡിൽ നിന്നാണ് ജയിച്ചത്. അപ്പോൾ ഇപ്പോൾ പഠിക്കുകയാണല്ലേ? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഏത് കോളേജിൽ നിന്ന്? ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ചെന്നൈയിൽ നിന്ന് എക്കണോമിക്സിലാണ് ഡിഗ്രി കഴിഞ്ഞത്. എക്കണോമിക്സ് പഠിച്ചു? അത് നന്നായി. അത് ഈ രാഷ്ട്രീയം മുന്നിൽ കണ്ട് പഠിച്ചാണോ അതോ ഇൻട്രസ്റ്റഡ് എക്കണോമിക്സിനോടുള്ള താല്പര്യം കൊണ്ട് പഠിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഇനി പഠിക്കുന്നുണ്ടോ? മുനിസിപ്പാലിറ്റി പഠിക്കുന്നേ ഉള്ളൂ? മുനിസിപ്പാലിറ്റി ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും, പക്ഷേ ഒരു പ്രോട്ടോകോളും അല്ലേ എല്ലാം പഠിക്കണ്ടേ? പൊളിറ്റീഷ്യന് വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനൊരു എന്തായാലും പഠിത്തം കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് MBA എടുക്കണം എന്നുള്ളതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വലിയൊരു ആഗ്രഹമാണ്. അത് ചെയ്യണം. അപ്പോൾ ഈ ദിയ അവിടെ പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുമ്പം ഈ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ഉണ്ടാവുമോ? ആരെങ്കിലും പിന്നിൽ നിന്ന്? ബാക്ക് സൈഡ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഞാൻ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷനായിട്ടിരിക്കുമ്പം എൻ്റെ കൂടെ 25 കൗൺസിലർമാരുണ്ട്. ഡ്രൈവ് ചെയ്യുക? അല്ല, നമ്മളെല്ലാവരും ഒരു ജനപ്രതിനിധികളായിട്ട് ഫ്രണ്ടിലോട്ട് വന്നവരാണ്. നമ്മുടെ കൗൺസിൽ വെച്ച് നമ്മൾ ആൾക്കാരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇനി ഒറ്റ ചോദ്യം കൂടി ഉള്ളൂ അത് സംബന്ധിച്ച്. ദിയ മുനിസിപ്പൽ ചെയർപേഴ്സണായി, സംഭവമൊക്കെ കിടിലമായി, ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചു, ചരിത്രത്തിൽ കയറി, അതൊക്കെ കൊള്ളാം. എന്തായിരിക്കും പാലാ മുനിസിപ്പാലിറ്റി? ചില ആൾക്കാരൊക്കെ പറയും മാണിസാറിൻ്റെ കാലത്ത് പാല തേനും പാലും ഒഴുകി എന്നൊക്കെ പറയും. എനിക്കറിയില്ല എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടെന്ന്. പക്ഷേ പാല ഇപ്പോൾ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബായിട്ട് കുറച്ചധികം മാറിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ അവിടെ എന്തായിരിക്കും ലക്ഷ്യം? പാല ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. എഡ്യൂക്കേഷൻ വൈസ് അത് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ തന്നെ ഗ്രാസ് റൂട്ട് ലെവൽസിൽ ഒത്തിരി പ്രോബ്ലംസ് ഉള്ളൊരു സ്ഥലം കൂടിയാണെന്ന് ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. നമ്മൾക്ക് നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിലും റോഡ്സ് ആണെങ്കിലും ഒത്തിരി മോഡേണൈസേഷൻ വേണ്ട ഒരു സ്ഥലമാണ് പാല. അപ്പോൾ നമ്മൾക്ക് ഗ്രാസ് റൂട്ടിൽ നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് അതറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ഒരു വലിയൊരു സംഭവം കൊണ്ടുവരുന്നതിന് ഉപരി സാധാരണ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി മറ്റേ നമ്മുടെ കഥയിലെ ചോദ്യം എന്നുള്ള വിഷയത്തിലേക്ക് ഇനി കടന്നു വരികയാണ്. പൊതുവേ ഒരു ധാരണ എങ്ങനെയുണ്ട്? ഈ സ്ത്രീകളാണെങ്കിൽ കുറച്ചുകൂടെ നീറ്റായിട്ടൊക്കെ ഭരിക്കും, വലിയ അഴിമതിക്കാരെയൊന്നും വെച്ച് ഉറപ്പിക്കത്തില്ല എന്നൊരു തോന്നലുണ്ട്. പാലാ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അലങ്കരിക്കുമ്പോൾ ദിയയുടെ മനസ്സിൽ എന്തായിരിക്കും? ഒരു സ്ത്രീ എന്നുള്ളൊരു വ്യക്തി മാത്രം ഫ്രണ്ടിലോട്ട് വന്നോണ്ട് അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആയി എന്നതുകൊണ്ട് മാത്രം അവിടെ അഴിമതി കുറയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അത് എപ്പോഴും ആ പേഴ്സൺ അതെ ഉറപ്പായിട്ടും ആ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. പിന്നെ നമ്മൾ ചെല്ലുന്ന ഒരു ഫൗണ്ടേഷൻ ചിലപ്പോൾ ഒത്തിരിയും ഉള്ളൊരു സിസ്റ്റത്തിലേക്കായിരിക്കും ചെല്ലുന്നത്. അത് മാറ്റിയെടുക്കാൻ ഒത്തിരി സമയം വേണ്ടി വരാം. പക്ഷെ ഒരു ഉറപ്പായിട്ടും ഐ പേഴ്സണലി ബിലീവ് അത് ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.